ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് കാലത്ത് തന്നെ കോഴിക്കോട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇന്ന് അവിടെ ഓണം സെലിബ്രേഷൻ ആണ്. ഓണം കഴിഞ്ഞിട്ട് 2 ദിവസമായെങ്കിലും നമുക്ക് ഇപ്പോഴാണ് ഓണം സെലിബ്രേഷൻ ആയത്. റെഡി വിത്ത് മീ ഒക്കെ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ സമയം ഉണ്ടായില്ല. കാരണം ട്രെയിന് ടിക്കറ്റ് എടുത്തിട്ടില്ല, ഇവിടെ വന്നിട്ട് വേണമായിരുന്നു എടുക്കാൻ. അവിടെ എത്തിയപ്പോഴാണെങ്കിൽ ഒടുക്കത്തെ തിരക്കാണ്. എന്തോ ഭാഗ്യത്തിന് ട്രെയിൻ എടുക്കണതിന്റെ 1 മിനിറ്റ് മുന്നേ എനിക്ക് ട്രെയിനകത്ത് കയറാൻ പറ്റി. അതിനകത്തും നല്ല തിരക്കുണ്ടായിരുന്നു. ആരെയും എടുത്ത് ട്രെയിനിൽ പോകുന്നത് അത്ര എളുപ്പമുള്ള പരിപാടി അല്ലാന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഫൈനലി ഇതേ നമ്മൾ കോഴിക്കോട് എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെ കൊണ്ടുപോകാനുള്ള ആളും എത്തിയിട്ടുണ്ട്. എന്നിട്ട് നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന പറയുമ്പോൾ എല്ലാവർക്കും തിരക്ക്. അവസാനം നമ്മൾ ഒരു കടയിൽ കയറി അവിടുന്ന് അപ്പം ചിക്കൻ കറിയും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് കാറിൽ ഇരുന്നായിരുന്നു എന്റെ ബാക്കി മേക്കപ്പ് അല്ല. അപ്പൊ മേക്കപ്പ് ചെയ്തതിനു ശേഷം നമ്മൾ നേരെ ഹൈലൈറ്റ് മോളിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പറഞ്ഞു ചെയ്യിപ്പിച്ചെന്ന് ആരും പറയില്ല. നമ്മളെത്താൻ ഇച്ചിരി ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഇപ്പൊ കിട്ടും കണക്കിന്. എനിക്ക് ഈ നേരം വരെ ഷർട്ട് മാറ്റാനായി അത് കഴിഞ്ഞിട്ട് ഒരു കോഫി കുടിക്കാൻ വേണ്ടിട്ട് അവിടെയുള്ള ക്ലബ് സുലൈമാനിലായിരുന്നു നമ്മൾ കയറിയത്. ഈ സാരി ഒക്കെ എടുത്ത് വന്ന സ്ഥിതിക്ക് ഇനി ഫോട്ടോ എടുക്കാതെ പോവാന്ന് പറയുന്നത് നടക്കുന്ന പരിപാടിയല്ല. അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ വേണ്ടിയിട്ട് ഫോട്ടോസ് എല്ലാം എടുത്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി സദ്യ കഴിക്കാനായിരുന്നു ആദ്യത്തെ പ്ലാൻ. പിന്നെ നമ്മൾ വളരെ നേരത്തെ ആയതുകൊണ്ട് തന്നെ അവിടുത്തെ സദ്യ ക്ലോസ് ചെയ്തു. പിന്നെ നമ്മൾ ഒന്നും നോക്കിയില്ല, നേരെ സൂഫി മന്തി പോയിട്ട് അവിടെ നിന്ന് ഒരു അൽഫാം മന്തിയും ഷവായും ഓർഡർ ആക്കി. മന്തി വരണേക്ക് മുന്നേ മയോണൈസ് ഒക്കെ എടുത്ത് പ്ലേറ്റിലാക്കി സൂക്ഷിച്ചു വെച്ച് എന്റെ ഈ മുതൽ തട്ടിപ്പറിച്ചെടുക്കണം. സമ്മതിക്കൂല ഞാൻ. ഇതൊക്കെയാണ് യൂട്യൂബിലിടേണ്ടത്. ഫുഡ് എല്ലാം കഴിച്ചതിന് ശേഷം എനിക്ക് ആ സാരിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങണമായിരുന്നു. അത് ഇറങ്ങിയതിന് ശേഷം നമ്മൾ നേരെ കോഴിക്കോട് ബീച്ചിലോട്ട് പോയി. അവിടെ കുറച്ചു നേരം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ചായയും അതുപോലെ കടികളും കഴിച്ചതിന് ശേഷം നമുക്ക് ഇറങ്ങാനായി. അന്ന് തന്നെ നമ്മൾ എല്ലാവരും തിരിച്ചു വീട്ടിൽ പോവായിരുന്നു. അപ്പൊ ഇതിന്റെ ബസ്സും കാത്ത് നമ്മൾ 1 മണിക്കൂറിൽ കൂടുതൽ നിന്നിട്ടുണ്ടാവും. ഫുൾ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കാണാനും ചാനൽ സബ്സ്ക്രൈബ് ആക്കാനും മറക്കണ്ട. അത്രയ്ക്കുള്ളൂ. ബൈ ബൈ.